പ്രഭാതവന്ദനങ്ങൾ. സങ്കീർത്തനം 139 എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സങ്കീർത്തനമാണ്. ദാവീദ് വീണ്ടും വീണ്ടും അതിനകത്ത് പറയുന്നത്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. നമ്മൾ വിചാരിക്കുന്ന ചിന്തകൾ വരുന്നതിന് മുമ്പേ ദൈവത്തിന് അതറിയാമെന്ന്. നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മൾ ആ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെ അറിയാമെന്ന്. ദൈവമാണ് നമ്മുടെ അന്തരംഗങ്ങളെ കൂടെ സൃഷ്ടിച്ചതെന്നുള്ള, കാരണം എല്ലാം കർത്താവിനറിയാം നമ്മളെക്കുറിച്ചെന്നുള്ള ആ ഒരു വലിയ കൺഫെഷനാണ്, ആ ഒരു വലിയ ഏറ്റുപറച്ചിലാണ്, ആ ഒരു വെളിപ്പാടാണ് ദാവീദ് അതിനകത്ത് വെളിപ്പെടുത്തുന്നത്. അതിനകത്ത് അവസാനത്തെ 2 വചനങ്ങൾ അത് ഇംഗ്ലീഷിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 139 23-24. Search me, O God, and know my heart. Test me and know my anxious thoughts. Point out anything in me that offend you and lead me along the path of everlasting life. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആങ്ഷ്യസ് ആയിട്ടുള്ള ഉത്കണ്ഠാപരമായിട്ടുള്ള ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങേ ഒഫൻഡ് ചെയ്തിട്ടുണ്ടോ, അതായത് അങ്ങേ ദ്രോഹിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് ചോദിക്കുകയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് പോലും കർത്താവിന് സങ്കടമായോ, കർത്താവിനെ അത് ദ്രോഹിച്ചോ എന്നും ദാവീദ് ചോദിക്കുമ്പോൾ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഏതവസ്ഥയിലും നമ്മൾ ആകുലപ്പെടാതെ, ഉത്കണ്ഠപ്പെടാതെ ദൈവത്തെ ആശ്രയിക്കുവാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഉത്കണ്ഠാപരമായിട്ടുള്ള ഫിയറും ഒക്കെ വരുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ, ഈ വചനം കൂടെ നമ്മൾ ഓർക്കുമ്പോൾ, നമുക്കതിൽ നിന്ന് മാറി കർത്താവിനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആകുല ചിന്തകൾ, കർത്താവ് അതൊരിക്കലും അങ്ങേ വേദനിപ്പിക്കാതെ, അങ്ങേ ദ്രോഹിക്കാതെ, അങ്ങേ ഒഫൻഡ് ചെയ്യാതെ, കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ ആ ഫിയർ മാറി അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാനായിട്ട്, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. ഞങ്ങളെല്ലാ കാര്യത്തിലും അങ്ങേ ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്ന ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.